ബേസിലിനൊപ്പം ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തിയ അതിരടി ഗംഭീര വിജയം നേടി മുന്നേറുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിലെ ചില സീനുകൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തിയേറ്ററിൽ നിന്നും റെക്കോർഡ് ചെയ്ത വീഡിയോകളാണ് പ്രചരിക്കുന്നത്. ബേസിൽ ജോസഫിന്റെ ആദ്യ നിർമ്മാണ സംരംഭം എന്ന ലേബലോടെ എത്തിയ ചിത്രമാണ് അതിരടി. ബേസിലിനൊപ്പം ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തിയപ്പോൾ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് ചിത്രത്തെ സ്വീകരിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത അതിരടിയുടെ ചില ക്ലിപ്പുകൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിരടിയുടെ അതിഥി വേഷം ഉൾപ്പെടെയുള്ള വീഡിയോകളാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്നത്. തിയേറ്ററിൽ നിന്നും റെക്കോർഡ് ചെയ്ത വീഡിയോകളാണ് ഷോർട്ടാക്കി പ്രചരിപ്പിക്കപ്പെടുന്നത്. ആ രംഗവുമായി ബന്ധപ്പെട്ട ക്യാപ്ഷനുകളോടെ പ്രചരിക്കുന്ന ഈ വീഡിയോകൾ അണിയറ പ്രവർത്തകരോ ബേസിൽ ജോസഫോ കണ്ടില്ലേ എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമയെ സ്പോയിലർ ആക്കുന്നത് എന്തിനെന്നും ഇതിലും ഭേദം മുഴുവൻ സിനിമയും എടുത്തിടുന്നതാണെന്നും വിമർശകർ കമന്റിൽ കുറിക്കുന്നുണ്ട്. നേരത്തെ വാഴ 2 സിനിമയിലെ സീനുകളും ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചിരുന്നു. ഇനിയും സിനിമ കാണാനുള്ളവരുടെ ആവേശം നശിപ്പിക്കുന്നതാണ് ഇത്തരം പ്രചാരണങ്ങളെന്ന് നിരവധി പേർ അന്നും അഭിപ്രായപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ അതിരടിയുടെ ഭാഗങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസും ചേർന്നാണ് അതിരടി നിർമ്മിച്ചത്. മിന്നൽ മുരളിയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ അരുൺ അനിരുദ്ധാണ് സംവിധാനം ചെയ്യുന്നത്. അരുണിന്റെ ആദ്യ സംവിധാന സംരംഭമാണിത്. ടൊവിനോ തോമസിനും ബേസിൽ ജോസഫിനും പുറമെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വെക്കേഷൻ കാലത്ത് കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും ഒരുപോലെ ആഘോഷിക്കാവുന്ന ഒരു പക്കാ ഫെസ്റ്റിവൽ എന്റർടൈനറാണ് ചിത്രമെന്ന് സിനിമ കണ്ടവർ പറയുന്നു. ഫൺ എന്റർടൈനർ മൂഡ് പ്രകടമാക്കുന്ന ചിത്രത്തിന്റെ ടീസറിനും പോസ്റ്ററുകൾക്കും മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ചിത്രത്തിന്റെ കളക്ഷനിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 12,000 ടിക്കറ്റുകൾക്ക് മുകളിൽ വരെ വിറ്റുപോകുന്ന തരത്തിൽ ട്രെൻഡ് ചെയ്ത ചിത്രം ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവരുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ആഗോള ഓപ്പണിംഗ് നേടുമെന്നും ഇതിനോടകം ഉറപ്പായിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വിദേശത്തും ഗംഭീര ബോക്സ് ഓഫീസ് തുടക്കമാണ് ചിത്രം നേടുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.